നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് വിദേശ IT പ്രൊഫഷണലുകളുടെ സ്വപ്നമാണ് H1B വിസ നേടി ഒരു മികച്ച US IT കമ്പനിയിൽ ജോലി ചെയ്യുക എന്നുള്ളത്. ഒരു H1B വിസ നേടിയെടുക്കുന്നത് പലരുടെയും ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒരു US വിസ നേടിക്കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചൂഷണം നേരിടേണ്ടി വന്നാൽ എന്തു ചെയ്യും? സ്വന്തം ശമ്പളം കമ്പനിക്ക് നൽകുക, അല്ലെങ്കിൽ വിസ റദ്ദാക്കും. ഇത്തരത്തിൽ US-ൽ IT പ്രൊഫഷണലുകൾ നേരിടുന്ന ലേബർ ട്രാഫിക്കിംഗ് എന്നതിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ പ്രതിസന്ധി? നമുക്ക് നോക്കാം. US-ലെ ചെറുകിട IT സ്റ്റാഫിംഗ് കമ്പനികൾ വഴിയാണ് പലരും ജോലി കണ്ടെത്തുന്നത്. ഇവർ വിസ സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യുമെങ്കിലും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് മറ്റൊന്നായിരിക്കും. കുറഞ്ഞ വേതനം നൽകുക, ശമ്പളം നൽകാതെ ഇരിക്കുക, ജോലിയില്ലാത്ത സമയത്ത് ശമ്പളം നൽകുന്നതിന് പകരം തൊഴിലാളികളെ കൊണ്ട് തന്നെ ആ തുക കമ്പനിക്ക് അടപ്പിക്കുക തുടങ്ങിയ വളരെ വലിയ ക്രൂരതകളാണ് പലയിടങ്ങളിലും നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ മേനോൻ, ഇമിഗ്രേഷൻ അഭിഭാഷകനായ ബ്രാൻഡ് ബിനായിസ്, ജയ് പമാർ എന്നിവർ ഒരു പോഡ്കാസ്റ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ പോഡ്കാസ്റ്റ് US-ലെ വിദേശികൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിൽ അവർ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നിരവധി വിദേശികൾ ഈ ചൂഷണം നേരിട്ടിട്ടുണ്ട് എന്നാണ്. അവരുടെ അഭിപ്രായത്തിൽ ഒരു H1B വിസ തൊഴിലാളിക്ക് US വിസ നിയമപ്രകാരം ലഭിക്കേണ്ട മിനിമം വേതനം കമ്പനി നൽകിയിരിക്കണം. എന്നാൽ പല കമ്പനികളും 80/20 സ്പ്ലിറ്റ് എന്ന രീതിയിലാണ് തൊഴിലാളികൾക്ക് ശമ്പളം വാഗ്ദാനം നൽകുന്നത്. അതായത് ക്ലയന്റിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ 80% ശമ്പളമായി നൽകാമെന്ന വാഗ്ദാനമാണ് നൽകുന്നത്. പക്ഷെ പ്രൊജക്റ്റ് ഇല്ലാത്ത സമയത്ത് തൊഴിലാളികൾക്ക് ₹1 പോലും നൽകില്ല. ഇത് US നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അഭിഭാഷകർ പറയുന്നത്. അതുപോലെ പേപ്പറിൽ ശമ്പളം നൽകിയതായി കാണിക്കുകയും എന്നാൽ പ്രായോഗികമായി തൊഴിലാളിക്ക് പണം നൽകാതെ ഇരിക്കുകയും ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. ചിലപ്പോൾ വിസ ഫയലിംഗ് ഫീസും മറ്റ് എക്സ്റ്റേണൽ ചെലവുകളും തൊഴിലാളികളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുന്ന രീതിയും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇതുകൂടാതെ മാനേജർമാർക്ക് കൈക്കൂലി നൽകുന്ന ചില സാഹചര്യങ്ങൾ പോലും ഇന്ന് US-ൽ ഉണ്ടെന്നാണ് അഭിഭാഷകർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ US-ൽ നടക്കുന്ന 2 കേസുകളെ കുറിച്ചും അവർ പറഞ്ഞു. ടെക്സസിൽ ജോലിയില്ലാത്ത സമയത്ത് ഒരു വിദേശ തൊഴിലാളിയോട് കമ്പനിക്ക് പണം നൽകണം എന്ന് ലെറ്റർ കൊടുത്തു. എന്നാൽ കയ്യിൽ പണമില്ലെന്നും തരാൻ പറ്റില്ലെന്നും പറഞ്ഞ് എതിർത്തപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കുടുംബത്തെ വരെ കമ്പനി അധികൃതർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കേസ് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു സംഭവം നടന്നത് ന്യൂജേഴ്സിയിലാണ്. അമൃതേഷ് എന്ന തൊഴിലാളി ഓരോ വർഷവും ഏകദേശം $52,000 അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ശമ്പളത്തിന് നൽകിയിരുന്നത്. ശമ്പള റെക്കോർഡുകൾ നിലനിർത്താൻ വേണ്ടിയാണ് കമ്പനിക്ക് പണം നൽകിയത് എന്ന് തൊഴിലാളി പറഞ്ഞു. അദ്ദേഹം ആദ്യം പണം നൽകാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ഗ്രീൻ കാർഡ് പ്രോസസ് തടയുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഇയാൾ പിന്നീട് പണം നൽകിയത്. US-ൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ ഇതിവിടെ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് അഭിഭാഷകർ പറയുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. US-ലെ നിയമപ്രകാരം തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുക, പാസ്പോർട്ടോ പേ സ്ലിപ്പുകളോ തടഞ്ഞു വെക്കുക, വിസ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നീ കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്. ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ 10 മുതൽ 15 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പലരും ഈ കെണിയിലേക്ക് വീഴുന്നത്. വിസ പദവി നഷ്ടപ്പെടുമെന്ന പേടിയിൽ ആളുകൾ പരാതി നൽകുന്നില്ല എന്നുമാണ് അഭിഭാഷകർ പറയുന്നത്. അതുപോലെ പലർക്കും നാട്ടിലേക്ക് പോകുക എന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിശ്ചിത ശമ്പളത്തിന് പകരം ബില്ലിന്റെ 1% പേയ്മെന്റ് വാഗ്ദാനം ചെയ്യുന്ന ജോലി ഓഫറുകൾ, തൊഴിലാളി നേരത്തെ പോയാൽ കനത്ത പിഴകൾ ഉൾപ്പെടുന്ന കരാറുകൾ, കമ്പനിയുടെ താമസ കരാറുകൾ, നിങ്ങളുടെ സ്വന്തം ക്ലയന്റിനെ കണ്ടെത്താനുള്ള അഭ്യർത്ഥനകൾ, അല്ലെങ്കിൽ ശമ്പള രേഖകളിൽ കൃത്രിമം കാണിക്കൽ എന്നിവയെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം എന്നും അഭിഭാഷകർ പറയുന്നു. US സ്വപ്നം കാണുന്നത് നല്ലതാണ്. നല്ല ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ശമ്പളം തന്നെ ലഭിക്കും. നിങ്ങളുടെ കരിയറും ജീവിത നിലവാരവും മാറും എന്നുള്ളതും ഉറപ്പാണ്. എന്നാൽ ഇത്തരം ചതികളിൽ വീണുപോയാൽ നിങ്ങളുടെ കഷ്ടപ്പാടും പണവും നഷ്ടമാകും.